അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ ഡോക്ടർ എം.കെ. റാമുമായി ക്രൈംബ്രാഞ്ച് ഇന്നും തെളിവെടുപ്പ് നടത്തും. നിതിൻ രാജ് ജീവനൊടുക്കിയ സ്ഥലത്തും ക്ലാസ് മുറിയിലുമായിരിക്കും പ്രധാനമായും തെളിവെടുപ്പ് നടത്തുക. കഴിഞ്ഞ ദിവസം റാമിന്റെ മൊബൈൽ ഫോൺ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഓഗസ്റ്റ് 1 വരെയാണ് എം.കെ. റാമിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടത്. ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയായാൽ അതിനു മുൻപ് കോടതിയിൽ ഹാജരാക്കാനാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ തീരുമാനം. ശരത് എസ് നൽകും വിശദാംശങ്ങൾ. ശരത്, ഇന്നിപ്പോൾ എവിടെയൊക്കെയാണ് തെളിവെടുപ്പ്? അന്വേഷണം ഏത് രീതിയിലാണ്? എന്തൊക്കെയാണ് കണ്ടെത്തലുകൾ? നിതിൻ രാജിന്റെ മരണത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഡോക്ടർ എം.കെ. റാമിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത്. എന്തായാലും തെളിവെടുപ്പടക്കമുള്ള നടപടികൾ പൂർത്തീകരിക്കുകയാണ് ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘം പ്രധാനമായും ചെയ്യുന്നത്. ഒപ്പം വിശദമായ ചോദ്യം ചെയ്യലും നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നിതിൻ രാജ് കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ച അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ റാമിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. നിതിൻ രാജ് ജീവനൊടുക്കിയ സ്ഥലത്തും ക്ലാസ് മുറിയിലുമായിരിക്കും പ്രധാനമായും തെളിവെടുപ്പ് നടക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസവും തെളിവെടുപ്പുണ്ടായിരുന്നു. റാമിന്റെ മൊബൈൽ ഫോൺ ക്രൈംബ്രാഞ്ച് സംഘം നേരത്തെ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് പള്ളിക്കുന്നിലെ വീട്ടിലെത്തിച്ച് നടത്തിയ തെളിവെടുപ്പിനിടെയാണ് റാമിന്റെ മൊബൈൽ ഫോൺ ഇത്തരത്തിൽ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. ഈ മാസം ഓഗസ്റ്റ് 1 തീയതിയാണ് ഇത്തരത്തിൽ അയാളുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ തെളിവെടുപ്പടക്കമുള്ള നടപടികൾ പൂർത്തീകരിച്ചാൽ കോടതിയിൽ ഹാജരാക്കാനാണ് സാധ്യത. ഒപ്പം കേസിൽ റാമിന് പുറമെ ഈ ലോഡാപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമൊക്കെ തന്നെ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. വിശദമായ അന്വേഷണം എന്തായാലും നടക്കുന്നുണ്ട്. അതിനിടെയാണ് എന്തായാലും ഇന്നിപ്പോൾ തെളിവെടുപ്പുള്ള നടപടികളിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കുന്നത്. ശരി, ശരത് എസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. ഡോക്ടർ എം.കെ. റാമുമായി തെളിവെടുപ്പ് ഇന്നും തുടരും.